പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഈശ്വർ എന്ന് ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണർന്നത്. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതല്ല, ഞാനങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെയും വിമർശിക്കാറില്ല. ചില നയങ്ങളെയും നിലപാടുകളെയും കുറിച്ച് എൻ്റെ അനാലിസിസ് പറയാറേ ഉള്ളൂ. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതായിരുന്നില്ല അതിൻ്റെ ഉദ്ദേശം. നമ്മുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി ഇന്നലെ പാലക്കാട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ പാളി എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ കഴിഞ്ഞ 10-15 വർഷത്തിലെ ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയ നേതാവ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന് നയപരമായ പല കാര്യങ്ങളും പാളിയിട്ടുണ്ട്. ഡിമോണിറ്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പാളിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം നയചാതുര്യമുള്ള സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങളെ പോലും കറങ്ങി നിന്ന് 6 അടിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നത്. ഇദ്ദേഹം ചായ കൊടുക്കട്ടെ എന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത്, ചായക്കാരന്റെ മോനായിട്ട് ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ലൈഫിന്റെ ഏറ്റവും മികച്ച ക്യാമ്പയിനാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് ചായപ്പേ ചർച്ച. അങ്ങനെ ശ്രീ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയത്തിൽ പലപ്പോഴും പാളിച്ച പറ്റാറില്ല. രാഹുൽ ഗാന്ധി ഒരിക്കലാണ് നരേന്ദ്രമോദിയുടെ മുകളിൽ നിന്നത്. അത് രാഹുൽ ഗാന്ധി അങ്ങോട്ട് നിന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചപ്പോഴാണ്. ഒരു നിമിഷം നരേന്ദ്രമോദി പകച്ചുപോയത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ക്യാമറകൾക്ക്, മീഡിയയ്ക്ക് രാഹുൽ ഗാന്ധി മുകളിൽ നിൽക്കുമെന്ന്. തിരിച്ച് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഹഗ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രതന്ത്രജ്ഞനാണ് മോദിജി എന്ന കാര്യത്തിൽ മോദിജിയുടെ ശത്രുക്കൾക്ക് പോലും എതിരാളികൾക്ക് പോലും സംശയം ഉണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ 3 തവണയായി ജയിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. പക്ഷെ നരേന്ദ്രമോദിജി പാലക്കാട് വന്ന് സംസാരിച്ച കാര്യം പാളി എന്ന് പറയാൻ കാരണം, അനാവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം പരാമർശിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് ലെഗ് സൈഡിൽ 6 അടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു അവസരം ഫുൾ ടോസ് ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ആവശ്യവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പറയാൻ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം, ശോഭാ സുരേന്ദ്രൻജി അടക്കം ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഈസി ആയിട്ട് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നപ്പോൾ യഥാർത്ഥത്തിൽ രാഹുലിന്റെ ഗ്രാഫാണ് അതിൽ ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഗ്രാഫ് കുറച്ചെങ്കിലും താഴുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാലക്കാട്ടെ MLA എതിരെ വന്ന കള്ളക്കേസുകൾ, താഴെ കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞ കള്ളക്കേസുകൾ എടുത്ത് ഒരു വിഷയം ഉണ്ടാക്കി, നെറേറ്റീവ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിഷമകരമല്ലേ? ഇപ്പം നിങ്ങൾ BJP ആകാം, കോൺഗ്രസ് ആകാം, CPM ആകാം, ഒന്ന് ആലോചിച്ച് നോക്കുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ചില കള്ളക്കേസുകളെ കുറിച്ച് പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദനാജനകമല്ലേ? അപ്പോൾ ഒരു പുരുഷ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ വേദന കാരണമാണ്, വിഷമം കാരണമാണ് അങ്ങനെ പറഞ്ഞത്. മോദിജി അനാദരവോ അങ്ങനെ ഒന്നും ആയിട്ടല്ല. അദ്ദേഹത്തിന്റെ 2 പരിപാടികൾ, നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത 2 പരിപാടികളിൽ സ്പീക്കറായിട്ടും പാനലിസ്റ്റായിട്ടും ഒക്കെ ഇരിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ഭാഗ്യമായി കാണുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ മാസം കൂടെ സൗദി അറേബ്യയിൽ ഇഫ്താർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം കൂടെ നമ്മുടെ റൈസിംഗ് ഭാരത് എന്ന നെറ്റ്വർക്ക് 18 പരിപാടി മോദിജിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ഒരു പാനലിലെ ഗസ്റ്റ് ഞാനായിരുന്നു. അപ്പോൾ മോദിജി ആദരവാണ്. മോദിജിയുടെ ചില നയങ്ങളോട് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ തടയാൻ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റായി എനിക്കതിൽ വിഷമമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തേണ്ടത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ ഒരു സ്റ്റേറ്റ് പോളിസിയാണ്. ആ പോളിസി വേണ്ട രീതിയിൽ അപ്ഹോൾഡ് ചെയ്യുന്നില്ല മോദിജി എന്നുള്ളതാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞത്, അതും പാലക്കാട്ടെ MLA സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സഖാവ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വന്നിട്ട് കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞു എന്ന് കള്ളം പറയുകയാണ്. ഇത് കേൾക്കുന്ന CPM-കാർക്ക് പോലും അവജ്ഞയാണ്. അത് വെറും തെള്ളാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും കൊല്ലുമെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞു എന്നൊരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വന്ന് രാഷ്ട്രീയപരമായി തെള്ളുമ്പോൾ അത് വേദനാജനകമാണ്. നാളെ തിരിച്ചാണെങ്കിലും ആർക്കെതിരെയും ചെയ്യരുത്. CPM-നെതിരെയും BJP-ക്കെതിരെയും കോൺഗ്രസിനെതിരെയും ആർക്കെതിരെയും, ശ്രീ മുകേഷിനെതിരെയും അല്ലെങ്കിൽ പിന്നെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെതിരെയും ചെയ്യരുത്. അപ്പൊ മോദിജി അങ്ങനെ വന്ന് പറഞ്ഞത് എനിക്ക് വിഷമമായി. മോദിജി ആ വിഷയം ഇൻവോക്ക് ചെയ്യേണ്ട, ഉയർത്തേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് BJP-കാർക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് രാഹുലിന്റെ ഗ്രാഫ് കുത്തനെ കൂടുകയാണ്. അതായത് പ്രധാനമന്ത്രി പോലും നേരിട്ട് വന്ന് ആക്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു CPM-ന്റെ മന്ത്രി എനിക്കെതിരെ, രാഹുൽ ഈശ്വർ അമേരിക്കയുടെ CIA പണം മേടിച്ചിട്ടാണ് CPM-നെതിരെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ 10-15 വർഷമായി. അപ്പോൾ അന്ന് എനിക്ക് കേട്ടിട്ട് ഭയങ്കര ദേഷ്യമായി. ഞാൻ നേരെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, ഇതിന് അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം, ഇതിന് അയാളെ കൊണ്ട് ക്ഷമ പറയിക്കണം, താങ്കൾ മാനനഷ്ട കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു, ഇതിനൊക്കെ തീരുമാനം വരാൻ വർഷങ്ങളെടുക്കും. നിന്നെ CA-യുടെ ആളെന്ന് പറഞ്ഞാൽ നീ സന്തോഷിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ സന്തോഷിക്കും? രാജ്യസ്നേഹിയായ തോളിൽ ഇന്ത്യയുടെ പതാക ഇട്ട് നടക്കുന്ന ഞാൻ എങ്ങനെ ഇത് സഹിക്കും? പുള്ളി പറഞ്ഞു, എടാ CA-യോടൊക്കെ നിനക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിനക്കൊരു വിലയല്ലേ, നാട്ടുകാരെങ്ങനെ വിചാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട,
അപ്പൊ അന്ന് പറഞ്ഞതുപോലെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഈ ചില ആർക്കെതിരെ ആക്രമിക്കണം, ആർക്കെതിരെ ആക്രമിക്കരുത് എന്നുള്ളതും ഒരു രാഷ്ട്രതന്ത്രമാണ്. ആ തന്ത്രമാണ് മോദിജിക്ക് പാളിയത്. യഥാർത്ഥത്തിൽ പാലക്കാട്ടെ വലിയൊരു വിഭാഗം, അത് കോൺഗ്രസ്സുകാരും CPM-കാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനോട് അനീതി ചെയ്തു, അന്യായം ചെയ്തു എന്ന് തിരിച്ചറിയുന്നവരാണ്. നമ്മുടെ സിനിമാ നടി അനുശ്രീ അടക്കമുള്ളവർ വിശാല അർത്ഥത്തിൽ RSSനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. രാഹുലിന്റെ പരിപാടിക്ക് വളരെ കാര്യമായി പോകുന്നത് എന്തുകൊണ്ടാണ്? കാര്യം ഒരുപാട് വിഭാഗം ജനങ്ങൾക്ക് ഈ യുവാവിനെ മനഃപൂർവ്വം കരിവാരി തേച്ചു, ചവിട്ടിത്താഴ്ത്തിയെന്ന അഭിപ്രായമുള്ളവരാണ്. ഞാൻ നേരെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടൊന്നും അടികൂടി നിൽക്കുന്നവരാണ്. അത് ചുമ്മാ പറയുന്നല്ലോ കേട്ടോ. രാഹുൽ ഒരു നെഹ്റൂവിയൻ സെന്റർ ലെഫ്റ്റ് ആണ്, അല്ലെങ്കിൽ നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാനൊരു ഗാന്ധിയൻ റൈറ്റ് ആണ്. ആശയപരമായ വ്യത്യാസം കാണാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിവുള്ള ചെറുപ്പക്കാരനെ ചവിട്ടി താഴ്ത്താൻ പല ആൾക്കാരും ശ്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അത് പ്രധാനമന്ത്രിയും കൂടെ ചെയ്തതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ പോസ്റ്റിനെ കാട്ടി, പാലക്കാടിന്റെ പോസ്റ്റിനെ കാട്ടി വൈറലായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് മാറുകയും അതിന് റിയാക്ഷൻ ലഭിക്കുകയും അത് 10,000-കണക്കിന് എന്താ പറയണേ 10,000-30,000 കമന്റ് ലൈക്കിലേക്കും 10,000 കമന്റിലേക്കും പോകുന്നതിന്റെ കാരണം പൊതുജനം രാഹുലിനോടൊപ്പമാണ്. അത് രാഹുലിന്റെ എല്ലാ നയപരിപാടികളും അംഗീകരിക്കുന്നതുകൊണ്ടല്ല, രാഹുൽ ചെയ്ത എല്ലാ നിലപാടുകളും ശരിയായതുകൊണ്ടല്ല. രാഹുൽ എന്ന കഴിവും പ്രതിഭയും ഉള്ള ചെറുപ്പക്കാരനെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മോദിജിക്ക് പാളിയത്, രാഹുലിന്റെ ഗ്രാഫ് ഉയർന്നത്. ഇനിയെങ്കിലും BJPയുടെ ആൾക്കാരവിടെ നിൽക്കുന്നതെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ BJPയുടെ പാലക്കാട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനാണ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഫിൻലാൻഡിലാണ്, ഫോളോ ചെയ്തില്ല. ശോഭാ സുരേന്ദ്രൻജി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രൻജി നിൽക്കുന്നിടത്ത് 3 ഇരട്ടിയും 2 ഇരട്ടിയും വോട്ട് കൂട്ടാൻ കഴിവുള്ള ഒരാളാണ്. അപ്പം ശ്രീമതി ശോഭാ സുരേന്ദ്രനിലേക്കോ ശ്രീ രമേശ് പിഷാരിയിലേക്കോ ശ്രദ്ധ വരുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ പോയാൽ അത് ഇൻഡയറക്ട്ലി ആണെങ്കിലും ശ്രീ പിഷാരടിക്ക്, രാഹുലിനെ അംഗീകരിക്കുന്ന പിഷാരടിക്കും കോൺഗ്രസിന് ഗുണമുണ്ടാവും. അതുകൊണ്ട് മോദിജിക്ക് രാഷ്ട്രീയപരമായി പാളി എന്ന രാഷ്ട്രീയ വിമർശനമാണ് ബഹുമാനത്തോടെ ഉന്നയിച്ചത്, അദ്ദേഹത്തിനെതിരെ പറഞ്ഞതല്ല.